ഹായ് വെൽക്കം ടു ഡിഡീസ് വ്ലോഗ്. ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മറൈൻ വേൾഡ് അക്വേറിയം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് പഞ്ചവടി ബീച്ചിലാണ് ഈ മറൈൻ വേൾഡ് അക്വേറിയം സ്ഥിതി ചെയ്യുന്നത്. കടലിനിടയിലെ വിസ്മയ കാഴ്ചകൾ, ആഴക്കടലിൽ മാത്രം കണ്ടുവരുന്ന മത്സ്യങ്ങൾ, ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യം അരാപ്പായ്മ മുതൽ നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചെറുമീനുകൾ എല്ലാം ഒരിടത്ത് ഒരുക്കിയിരിക്കുകയാണ് മറൈൻ വേൾഡ്. (2008) മറൈൻ വേൾഡ് അക്വേറിയം സ്റ്റാർട്ട് ചെയ്തത്. 100 കോടിയിലേറെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടാണ് ഒരു കൂട്ടം പ്രവാസികൾ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളത്. ഈ ഒരു വാട്ടർ ടണലിൻ്റെ അടിയിലൂടെ പോകുമ്പോഴുള്ളൊരു ഫീലിങ്സ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. ഇതൊന്ന് അനുഭവിച്ച് തന്നെ അറിയണം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അതിൻ്റെ താഴെയും അക്വേറിയത്തിൻ്റെ രൂപത്തിലൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ വലിയ മീനുകൾ അതിലും കാണാം. ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു അക്വേറിയത്തിൻ്റെ ഹൈലൈറ്റായ ഫിഷ് സ്പായിലേക്കാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം തന്നെയായിരുന്നു ഫിഷ് സ്പാ. ഞങ്ങൾ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്ത സ്ഥലവും ഇത് തന്നെയാണ്. ഇവിടെ ഞങ്ങൾ ഇതുവരെ ഫിഷ് സ്പാ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അടിപൊളിയായിരുന്നു. നമുക്ക് എത്ര സമയം വേണമെന്നുണ്ടെങ്കിലും അതിൽ എൻജോയ് ചെയ്യാം. ഫിഷ് സ്പാ കഴിഞ്ഞ് അതിനോട് ചേർന്ന് തന്നെ ഒരുപാട് ചെറിയ അക്വേറിയങ്ങൾ പല ഡിസൈനിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോ മീനിനും ഓരോരോ പേരും അവിടെ എഴുതി വെച്ചായിട്ട് കാണാം. രണ്ടാമത്തെ പാർട്ടിൽ മറൈൻ സ്പീഷീസ് ആണ്. ചെറു മീനുകളാണ് ഇവിടെയുള്ളത്. പിന്നെ ഇവിടെ ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ട്. കാരണം ഇവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടെൻസൈൽ റൂഫാണ് വെച്ചിട്ടുള്ളത്. മറൈൻ വേൾഡിലെ മൂന്നാമത്തെ പാർട്ടാണിത്. ഇതിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്
താഴെ അക്വേറിയവും മുകൾ ഭാഗത്ത് അതിൻ്റെ സർവീസ് ഏരിയയുമാണ് ഉള്ളത്. ഇവിടെ തുടക്കത്തിൽ തന്നെ ഫ്രഷ് വാട്ടർ സ്പീഷീസും അതിൻ്റെ അപ്പുറത്ത് മറൈൻ വാട്ടർ സ്പീഷീസുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ട് മറൈൻ വേൾഡിൻ്റെ ആർട്ടിഫിഷ്യൽ റെയിൻ ഫോറസ്റ്റ് ആണുള്ളത്. താഴെയുള്ള അക്വേറിയത്തിൻ്റെ വിഷ്വൽസാണ് ഇനിയുള്ളത്. പലതരത്തിലുള്ള മീനുകളെല്ലാം കണ്ടു. അതിനു പുറമെ തന്നെ വളരെ മനോഹരമായിട്ട് പുരാതന കാലത്തെ വേട്ടയാടുന്ന രൂപവും ആളുകളെയും ഒക്കെ നല്ല രീതിയിൽ ആർട്ട് വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് തന്നെ ചെറിയ ചെറിയ അക്വേറിയങ്ങളിൽ മുതലകൾ, അതുപോലെ തന്നെ ദിനോസറുകൾ എല്ലാം അതിനുള്ളിൽ ചെറിയ ചെറിയ രൂപത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ളിലും ചെറിയ ചെറിയ മീനുകളെ തന്നെ കാണാം. ഈ മീനുകളെ നമുക്ക് കാണുക മാത്രമല്ല, അതിനെ സ്പർശിക്കാനുള്ള അവസരവും ഇവിടെ ലഭിക്കുന്നുണ്ട്. അക്വേറിയത്തിന് പുറത്തെത്തിയാൽ തന്നെ ഫിഷ് ഫീഡിങ്ങിനും ഫിഷ് ക്യാച്ചിങ്ങിനും ഉള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഫിഷ് ഫീഡിങ്ങിന് താല്പര്യമുള്ളവർ കൈകൾ നല്ല വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് അവർ ഫീഡിങ്ങിന് അനുവദിക്കുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു മറൈൻ വേൾഡ് അക്വേറിയത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു ദിവസത്തെ ഒരു ട്രിപ്പിനൊക്കെ ഏറ്റവും അടിപൊളി ബെസ്റ്റ് സ്ഥലം തന്നെയാണ് മറൈൻ വേൾഡ് അക്വേറിയം. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലവും ഗെയിമിംഗ് സെക്ഷൻ ആയിട്ടുള്ളതും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈ മറൈൻ വേൾഡ് അക്വേറിയം.